ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്ന് ഈദ് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ വലിയ പെരുന്നാളാണിന്ന്. അപ്പോൾ രാവിലെ നേരത്തെ എണീച്ച് കുളിച്ച് കുഞ്ഞാനിയും വാപ്പയും പള്ളിക്ക് പോയി. അപ്പോൾ അതാ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നിസ്കരിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാൻ ഇഡ്ഡലിയും കഴിച്ചാറും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ഉമ്മയും കഴിച്ചു. കുഞ്ഞാനിയും വാപ്പയും പള്ളിയിൽ പോയി വന്നിട്ടാണ് കഴിക്കുന്നുണ്ടായിരുന്നത്. ഈ കുഞ്ഞാനി നേരത്തെ നിസ്കരിക്കേണ്ട സമയം വേണ്ടിയിട്ട് വേഗം അവർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെൻ്റെ രണ്ടാമത്തെ ഡ്രസ്സാണ്. അപ്പോൾ ഞാനും ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞാൻ സാധാ ഡ്രസ്സ് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇത് ചൂടൊക്കെ എടുക്കണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോഴേക്കും വാപ്പിയും കുഞ്ഞാനും പള്ളിയിൽ പോയി വന്നിട്ട് അവൻ ഇതാ ഫുഡൊക്കെ കഴിച്ചിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവൻ ഫോൺ നോക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ടി വിയിൽ പാട്ടും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കുറച്ച് നേരം അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് സ്പെഷ്യൽ മട്ടൻ ബിരിയാണി ആയിരുന്നു. മട്ടൻ ബിരിയാണിയും ചിക്കൻ ചില്ലി അതൊക്കെ ആയിരുന്നു. അതൊക്കെ നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് ഇതാ ആലത്തൂർ പോകാൻ നിൽക്കുകയാണ്. അവർക്കും കൂടെ ബിരിയാണി എടുത്തിട്ടുണ്ട്, കാരണം അവിടെ നെയ്ച്ചോറാണ്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ മട്ടൻ ബിരിയാണിയും കൂടെ കൊണ്ടുപോകാൻ വിചാരിച്ചു. പായസം എടുത്തിട്ടുണ്ടായിരുന്നു. വേറെ എവിടേക്കും പോകാനില്ല, അതുകൊണ്ട് നമ്മൾ എന്നാൽ പിന്നെ നേരത്തെ ആലത്തൂർ പോകാൻ വിചാരിച്ചു. ഒരു 1 മണിയൊക്കെ ആയിട്ടുണ്ട്. അല്ലെങ്കിൽ സാധാരണ 4 മണിക്കൊക്കെ ആലത്തൂർ പോകാറ്. കുഞ്ഞാനെയാണെങ്കിൽ വണ്ടിയിൽ ഇരുന്നിട്ട് ആ ഷൂ ഒക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നേരത്തെ വണ്ടിയിൽ കയറിയിരുന്നു, ഞാനും കൂടെ കയറിയിരുന്നു. എന്നിട്ട് ഞാനത് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ അതവിടെ ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ട് കവറിൽ. അപ്പോൾ ഉമ്മ ഗേറ്റൊക്കെ അടച്ചിട്ട് ഇതാ വണ്ടിയിൽ കയറി. അപ്പോൾ നമ്മളിതാ ഫ്രണ്ട്സ് പോവുകയാണ്. വീട്ടിൽ നിന്ന് ആലത്തൂരിലോട്ടേക്ക് അരമണിക്കൂറാണ്. പക്ഷേ ആലത്തൂർ ഇപ്രാവശ്യം നല്ല തിരക്കുണ്ടാവുക എന്തായാലും. കാരണം എപ്പോഴും അവിടെ പെരുന്നാളാണെങ്കിൽ ആലത്തൂർ ഫെസ്റ്റ് ഉണ്ടാവും, പെരുന്നാൾ ഫെസ്റ്റ്, സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ പോണ വഴിയിൽ നമ്മളൊരു സൗണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ പിന്നെ ഇതാ വീട്ടിലേക്ക് പോവാണ്. ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോസും എടുത്തിട്ട് പോവായിരുന്നു. പിന്നെ കാഴ്ചകളൊക്കെ അടിപൊളിയായതുകൊണ്ട് അതും കുറച്ചെടുത്ത്. പിന്നെ നമ്മളിതാ വീട് എത്തിയിട്ടുണ്ട്. അപ്പോൾ വാവച്ചയൊക്കെ റെഡിയായി നിന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളൊന്ന് നടന്നിട്ടൊന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ പ്രത്യേകിച്ച് വേറെ എവിടേക്കും പോയില്ല, വീട്ടിൻ്റെ ബാക്കിലേക്ക് തന്നെയാണ് പോയത്. അവിടെ നല്ല രസമാണ് കാണാൻ, പാടങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ വന്നു പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ നമ്മൾ നടക്കാനൊക്കെ പോകും, നല്ല രസമാണ് ഇവിടെ കാണാനൊക്കെ. അപ്പോൾ വാവച്ചി വീഡിയോ എടുക്കണ വേണ്ടിയിട്ട് ഓരോന്നും പറയുമായിരുന്നു. അപ്പോൾ കുഞ്ഞാലിനെ വിളിച്ചപ്പോൾ അവൻ ഡ്രസ്സ് മാറ്റിയിട്ട് വരാൻ പറയുമായിരുന്നു. അവനും അവിടെ അപ്പച്ചിയും ചാച്ചും ഒക്കെ വണ്ടി കഴുകുമായിരുന്നു കേട്ടോ. നാളെ അപ്പച്ചിക്ക് ഓട്ടോ ഉണ്ട് പറഞ്ഞിട്ട് അവർ രണ്ടാളും കൂടി ട്രാവലർ കഴുകുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുഞ്ഞാനെ വേഗം റെഡിയായിട്ട് വന്നു. അപ്പോൾ അവൻ്റെ ഷൂ ആയതുകൊണ്ട് ഇടാൻ ഇത്തിരി പാടായിരുന്നു, അതൊക്കെ ഇട്ടിട്ട് അവൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിത് അവിടെ എത്തിയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേറൊരു ഭാഗത്തായിട്ട് വന്നിട്ടാണ് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് പാടത്തിൻ്റെ അവിടെ നല്ല പച്ചപ്പായിട്ട് നല്ല രസമായിരുന്നു വീഡിയോസൊക്കെ എടുക്കാൻ. അപ്പോൾ ഞാനും വാവച്ചും കുറേ ഷോർട്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയത്. അപ്പോൾ പോണ വഴിയിൽ പെരുന്നാൾ ഫെസ്റ്റിന് നല്ല ആഘോഷമായിരുന്നു. കുറേ സൗണ്ട് കണ്ടു. കുഞ്ഞാനെയാണെങ്കിൽ വണ്ടിയിലിരുന്നത് സൗണ്ടാണിത്, ഈ സൗണ്ടാണ് പറഞ്ഞിട്ട് ഒരേ ഇതായിരുന്നു. പിന്നെ ഞാനാണ് വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് ഗ്ലാസ്സൊക്കെ താഴ്ത്തി വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല തിരക്കായിരുന്നു. 1 മണിക്കൂറോളം നമ്മൾ ആലത്തൂർ ടൗണിൻ്റെ ഉള്ളിൽ തന്നെ പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഉമ്മാൻ്റെ അവിടുത്തെ നേർച്ച പോലെ തന്നെ ഉണ്ടായിരുന്നു. ഒന്നാ വരാറ്, പക്ഷെ ഇപ്രാവശ്യം കുറേ ഉണ്ടായിരുന്നു. വണ്ടിയുടെ പേരിൽ ലൈനപ്പ് വേണ്ടതാണ്. കമ്മിറ്റിക്കാരുടെ ശ്രദ്ധയ്ക്ക് അവർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കേണ്ടതാണ്. കമ്മിറ്റിക്കാരുടെ ശ്രദ്ധയ്ക്ക് അറബിന കളിക്കുവാൻ സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടതാണ്. തൊടുകയൊക്കെ ചെയ്യാം. ആ തിരക്കുന്നൊക്കെ കഴിഞ്ഞ് നമ്മൾ ലുലു മാളിലേക്കാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നല്ല തിരക്കായിരുന്നു, കാരണം പെരുന്നാളും സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ ആയല്ലോ, അതുകൊണ്ടാണ്. പിന്നെ സ്കൂൾ തുറക്കാനും 2-3 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നല്ല തിരക്കും ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞാനിക്കും ബാബക്കും ടോയ്ലറ്റിൽ പോകണം വേണ്ടിയിട്ട് അവർ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ബുക്ക് വെച്ചപ്പോൾ ഞാനും ഉമ്മയും കൂടെ അതൊക്കെ ജസ്റ്റ് നോക്കുമായിരുന്നു.
ഞങ്ങൾ ഈ ബുക്കൊന്നും വായിക്കാറില്ല, അതുകൊണ്ട് എവിടെ ബുക്ക് എടുക്കേണ്ടതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കി ജസ്റ്റ് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. 2 സൈഡും ബുക്കുകളുണ്ടായിരുന്നു. 2 സൈഡും ഓരോ റേറ്റിനനുസരിച്ചിട്ടായിരുന്നു ബുക്കുകൾ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കാർട്ടൂണിൻ്റെ ബുക്കും മലയാളം, ഇംഗ്ലീഷ് അങ്ങനെ കുറേ ബുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് എല്ലാത്തിൻ്റെ പേരൊക്കെ നോക്കി വെച്ചു. നമ്മളിതൊന്നും വായിക്കാറില്ലാത്തത് കൊണ്ട് വാങ്ങിച്ചില്ല. അപ്പോൾ കുറേ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ പേര് വാങ്ങണമുണ്ടായിരുന്നു. അപ്പോൾ കുറേ അടിപൊളി ബുക്സ് ആയിരുന്നു കേട്ടോ. കുറേ നോക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പറ്റിയ എപ്പോഴെങ്കിലും വാങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പോൾ വാങ്ങിച്ചില്ല. അപ്പോൾ അതൊക്കെ നോക്കുമ്പോഴേക്കും തന്നെ കുഞ്ഞാനിയും വാപ്പിയും വന്നിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഫ്ലോറിലായിരുന്നു ബോയ്സിൻ്റെ ടോയ്ലറ്റ്. അപ്പോൾ അവരവിടെ ആയിരുന്നു. അപ്പോൾ ഈ ബുക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. അപ്പോൾ അവർ വന്നപ്പോൾ നമ്മളത് ഹൈപ്പർ മാർക്കറ്റിൻ്റെ അവിടേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വാങ്ങാനില്ല, എന്നാലും ജസ്റ്റ് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. പോയപ്പോൾ തന്നെ കുഞ്ഞാനിതാ ടോയ്സിൻ്റെ അങ്ങോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഉമ്മാൻ്റെ അടുത്ത് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വേണ്ടാന്നും പറഞ്ഞു. പിന്നെ വാങ്ങിച്ചൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാനാണ്. പക്ഷേ ഇവിടെ വന്നാൽ ട്രോളി അവൻ തന്നെ പിടിക്കും വേണ്ടിയിട്ടായിരിക്കും അവൻ്റെ വാശി. പക്ഷെ ചിലപ്പോൾ അവൻ അവിടെയും കൊണ്ട് കുത്തും വേണ്ടിയിട്ട് ഞാൻ വാങ്ങും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ സാധനങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഇവിടെ നിന്ന് നമ്മൾ അത്ര നോക്കിയില്ല. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്നാലും ഇടയ്ക്ക് ഓരോന്നും കാണുമ്പോൾ കുഞ്ഞാനിങ്ങനെ നോക്കാറുണ്ടായിരുന്നു. പിന്നെ സ്കൂൾ ഷോപ്പിംഗ് ഐറ്റംസ് നമ്മൾ ഓൾറെഡി വാങ്ങിയതുകൊണ്ട് അതും വാങ്ങുന്നുണ്ടായിരുന്നില്ല. കുറച്ച് സ്വീറ്റ്സൊക്കെ കണ്ടപ്പോൾ അത് വാങ്ങാൻ വിചാരിച്ചു. അപ്പോൾ 4 ആൾക്ക് ഇഷ്ടപ്പെട്ട 4 സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളി കുറേ വെറൈറ്റിയിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതുപോലെയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വാങ്ങുമ്പോൾ അമ്മ വീഡിയോ എടുക്കുകയായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും കൂടെ എടുത്തിട്ട് പോവാൻ വിചാരിച്ചു. അപ്പോൾ ഇത് കിട്ടിയിട്ട് വേണം ഇനി അത് വാങ്ങാൻ. പക്ഷേ ചില വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, തിരക്ക് കാരണം. പിന്നെ നമ്മൾ മറന്നു ചിലതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ മേടിച്ച സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ വെയിറ്റ് നോക്കുകയായിരുന്നു. ഞാനും കുഞ്ഞാനിയും കൂടിയിട്ടാണ് നോക്കുന്നുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബില്ലിടാൻ പോയിട്ടുണ്ടായിരുന്നു. ബില്ലിടുന്ന അവിടെ നല്ല തിരക്കായതുകൊണ്ട് നമ്മൾ കുറേ നേരം നിന്നിട്ടാണ് കേട്ടോ ബില്ലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.